നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ, 18ാമത്തെ വയസ്സ് മുതൽ എൽ ഡി എഫിനെതിരെ, അതായത് CPM-നെതിരെ പ്രതിഷേധിക്കുകയും സമരങ്ങളിൽ പങ്കെടുക്കുകയും 18ാമത്തെ വയസ്സിൽ ജയിലിൽ കയറുകയും ചെയ്തു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. രണ്ടാമത്, കോൺഗ്രസിനെതിരായിട്ട് താൻ ഒരു നിലപാടും എടുക്കില്ല, അതിന് അനുയോജ്യമായ തീരുമാനത്തിലേക്ക് തന്നെ മുൻപോട്ട് പോകുമെന്നും രാഹുൽ പറയുന്നു. പക്ഷേ ഇവിടെയൊക്കെയും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ ചർച്ചകൾ പറയുന്നത് പോലെ രാഹുൽ എന്തായിരിക്കും പ്രതികരിക്കുന്നത് ഈ ഒരു ഓഡിയോ ക്ലിപ്പിനുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്തായിരിക്കും? ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. കാരണം എനിക്കെതിരെ ഏറ്റവും അധികം കൊലവിളി നടത്തുന്ന സർക്കാരിൻ്റെ പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് വിധേയമായിരിക്കുന്നത് അല്ലെ അന്വേഷിക്കുന്നത്. അപ്പോൾ അവർ തന്നെ അത് കണ്ടെത്തട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് രാഹുൽ മായുമ്പോൾ പാലക്കാട്ടേക്ക് ചെല്ലുന്ന രാഹുലിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതും സംശയമാണ്. കണക്കൂട്ടി അറിയാൻ രാഹുലിൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ട്. രാഹുൽ 18ാമത്തെ വയസ്സിലല്ല രാഷ്ട്രീയം തുടങ്ങുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ, പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ KSUവിൻ്റെ പ്രവർത്തകനായിരുന്നു. SFIക്കെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മിടുക്കനാണ്. പക്ഷേ ഇവിടെ 18 വയസ്സിൽ ഞാൻ ജയിലിൽ പോയിട്ടുണ്ട് എന്ന് രാഹുൽ പറയുന്നതിൽ പല അർത്ഥങ്ങളുമുണ്ട്. ഞാൻ 18 വയസ്സ് പ്രായപൂർത്തിയായവനാണ്. ഇതാണ് രാഹുൽ പറയുന്ന ഒരു അടിസ്ഥാന ആശയം. ഇപ്പോൾ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണങ്ങൾ അതൊരു വ്യക്തിപരമായി ബന്ധപ്പെട്ട സ്വകാര്യതയിലൂന്നിയ ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ പ്രായപൂർത്തിയായ ഒരു വ്യക്തി തന്നെയാണ് എന്ന് രാഹുൽ ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഈ 18 വയസ്സ് എടുത്തു കാട്ടി. മറുവശത്ത് കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാർ എന്ന് രാഹുൽ പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. തന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാർ, അതിലപ്പുറം തൻ്റെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന പാർട്ടിയിലെ ചില നേതാക്കൾ, അവർക്ക് മുൻപാകെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം കടന്നു ചെല്ലുന്നത്. പക്ഷേ രാഹുലിനെ വീണ്ടും ഒരു താരമാക്കി മാറ്റാനുള്ള ശ്രമം SFI തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം നിയമസഭയിലെത്തി, തിരികെ MLA ഹോസ്റ്റലിൽ വന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാൻ ഇറങ്ങിയ രാഹുലിനെ തടയുന്ന SFI പ്രവർത്തകർ. പക്ഷേ അവിടെയും ഒരു യുക്തിബോധം രാഹുൽ കാട്ടി. ഈ കഴിഞ്ഞ ദിവസം DYFI തടഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ ഇറങ്ങി നിന്ന് അവരെ വെല്ലുവിളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ താനിപ്പോൾ പ്രതിരോധത്തിലാണ് എന്ന ബോധ്യം രാഹുലിനുണ്ട്. അതുകൊണ്ട് തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നീട് പോലീസ് എത്തി SFI പ്രവർത്തകരെ മാറ്റിയതിന് ശേഷം കാറ് മുന്നോട്ടെടുത്തു. അപ്പോൾ അവിടെ കൂടിയ മാധ്യമപ്രവർത്തകരോട് ഞാൻ പ്രതികരിക്കുമെന്ന് രാഹുൽ പറയുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ വലിയ കൂസലൊന്നുമില്ലാതെ പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമ്മൾ കണ്ടു. ഇത് കോൺഗ്രസിനും ഭരണപക്ഷത്തിനും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കൃത്യമായ പ്രതികരണമാണ്. ഈ പ്രതികരണത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട ചില പരമാർത്ഥങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ തൻ്റെ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. അത് നിയമസഭയ്ക്കുള്ളിലും തെരുവിലുമൊക്കെ ആ പോരാട്ടത്തിൻ്റേതായ ചിത്രങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. SFI മുന്നിൽ സമരത്തിന് വന്നപ്പോൾ അവരെ വെല്ലുവിളിക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ സർക്കാരിനെതിരെ, തന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാരിനെതിരെ ശക്തമായ മറുപടി പറയുന്നു. നിയമസഭയിലെത്തിയ രാഹുൽ നിയമസഭ ഇരിപ്പിടത്തിൽ ഏറ്റവും പുറകിൽ ഭരണപക്ഷി ഒരു സൈഡിലിരിക്കുന്നു, നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രതിപക്ഷം ഇരിക്കുന്നു. പ്രതിപക്ഷ നിരയിലെ കോൺഗ്രസ് MLA-മാരൊക്കെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും പിന്നിലായി രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്നു. ഇന്ന് വളരെ സമചിത്തതയോടെ നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് നേർക്ക് മുഖമുയർത്തി നോക്കുന്നില്ല ഒരു വശത്ത്. മറുവശത്ത് തന്നെ സ്നേഹിക്കുന്നുവെന്ന് രാഹുൽ കരുതുന്ന ചില MLA-മാരെ അദ്ദേഹം വിഷ് ചെയ്യുന്നു. രാഹുലിന് ചെന്ന കുറിപ്പ് പോലും ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന്. അപ്പോൾ ചിലപ്പോൾ ആശംസകളാകാം, മറ്റു ചിലപ്പോൾ ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു പ്രയോഗമാകാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടം തൻ്റെ ശരീരഭാഷയിലൂടെ ഇന്ന് പ്രകടിപ്പിച്ചത് ആ ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ്. അവിടെയാണ് നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയേണ്ടത്, കോൺഗ്രസ്സിലെ ചില പുഴുക്കുത്തുകൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പിഴച്ചത് രാഹുലിനോ അതോ കോൺഗ്രസ് നേതൃത്വത്തിനോ? രാഹുൽ ചില തെറ്റുകൾ ചെയ്തു എന്ന് പൊതുവെ കുറേയേറെ ആളുകൾ കേരളത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് രാഹുലിൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച താളപ്പിഴകളാകാം. പക്ഷേ അവിടെയും പരാതിക്കാരില്ല, തെളിവുകളില്ല. രാഹുലിനെതിരെ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കുറേയേറെ ആരോപണങ്ങൾ മാത്രമാണ്. അവയ്ക്കപ്പുറം ഇതിനൊന്നും ഒരു നിയതമായ തെളിവുകളുടെ അടിസ്ഥാനമില്ല. ഇന്നത്തെ ഒരു മാധ്യമം പറഞ്ഞത്
ഈ പറഞ്ഞ ആരോപണ വിധേയൻ ഉള്ള രീതിയിലല്ല, പ്രതി എന്നുള്ള കേസ് പ്രതി. ഇത്രത്തോളം മാധ്യമങ്ങൾ വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവ് ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി ഒരുപക്ഷെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതിനൊരു പരിധി ഉണ്ടായിരുന്നു, കവർ ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ രാഹുൽ ഒറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത്. അപ്പോൾ ഈ പ്രതി എന്നുള്ള തരത്തിലൊക്കെ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ ഇത്തരത്തിൽ പടച്ചുവിടുമ്പോൾ ഇന്ന് രാഹുൽ രണ്ടാമത്, അതായത് നമ്മൾ ആദ്യം ഒരു ബൈറ്റ് കൊടുക്കുന്നു, രണ്ടാമത് വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല എന്ന് ഘോരമായിട്ട് ഓരോ റിപ്പോർട്ടേഴ്സിനും ചോദിക്കുമ്പോൾ രണ്ടാമത് വീണ്ടും രാഹുൽ ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്, എനിക്കെതിരെ ഒരുപക്ഷെ കൊലവിളി നടത്തുന്ന, എന്നെ തീർക്കാൻ തരത്തിൽ അത്രയും കലിപ്പുള്ള LDF സർക്കാർ, CPM ആണ്, CPMന്റെ പോലീസാണ് അന്വേഷണത്തിൽ അന്വേഷിക്കുന്നത്, അവരാരെയാണോ നിയോഗിച്ച് അവർ ക്രൈംബ്രാഞ്ചാണ്, അത് ഊന്നി പറയുന്നുണ്ട് രാഹുൽ. അപ്പം അത്തരത്തിലൊരു അന്വേഷണം നടത്തുമ്പോൾ ഞാൻ എന്തിനു മറുപടി കൊടുക്കണം എന്നുള്ളത്, അത് മാധ്യമങ്ങൾക്ക് ആ ഒരു മറുപടി നൽകിയിട്ടും പിന്നെ റിപ്പോർട്ടേഴ്സ് പറയുന്നുണ്ട് ഒളിച്ചോടി എന്നുള്ളത്. പക്ഷെ കൃത്യമായ ഒരു മറുപടിയല്ലേ രാഹുൽ കൊടുത്തത്? അല്ല, രാഹുൽ വ്യക്തതയില്ലാത്ത മറുപടി പറഞ്ഞു. പക്ഷെ അത് രാഹുലിൻ്റെ തന്ത്രമാകാം. നമുക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞൊരു വിഷയം, ഇപ്പോൾ മാധ്യമ വേട്ടയെക്കുറിച്ച് സംസാരിച്ചു. മാധ്യമ വേട്ട നേരിട്ട ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിലുണ്ട്. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അജണ്ട സെറ്റ് ചെയ്ത് രാഹുലിനെ വീഴിക്കാൻ കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ പിന്നാലെ ഒരു യുദ്ധവുമായിട്ട് നീങ്ങുന്നു. അവിടെയാണ് രാഹുലിന് വലിയ തോതിലൊരു സിമ്പതി ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് പല രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിൽ, പല രാഷ്ട്രീയ നേതാക്കളുടെയും ലൈംഗിക പീഡന കേസുകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ മത്സരിച്ചിരുന്നു. അന്നൊക്കെ പ്രത്യേക അജണ്ട സെറ്റ് ചെയ്തല്ല. ഇപ്പോൾ ചില ചാനലുകൾ, ചില മാധ്യമങ്ങൾ മുൻവിധിയോടെ രാഷ്ട്രീയ പകപോക്കലിനായി അജണ്ട സെറ്റ് ചെയ്തു. ഇവിടെ ജനങ്ങൾ സംശയിക്കാൻ ചില കാരണങ്ങളുണ്ട്. കാരണം കോൺഗ്രസിലെ യുവനിര പെട്ടെന്ന് ഉദിച്ചുയർന്നു വരുന്നു, വലിയ കരുത്ത് കാട്ടുന്നു. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ സ്വാധീനം വരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരോട് വലിയ ധാരാരാധന തോന്നുന്നു. പിണറായി വിജയൻ എന്ന ഏകാധിപതി ശൈലിയിലും കെട്ടിലും മട്ടിലുമൊക്കെ കേരളത്തിൽ തൻ്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടും എന്ന ധാർഷ്ട്യഭാവമുള്ള ഒരു ഭരണാധികാരി കേരളം കൈയാളുമ്പോൾ അതിനെതിരെ നേർക്കുനേർ നിന്ന് ചൂണ്ടുവിരൽ ഉയർത്താൻ ആരാണ് ഉയർന്നു വരുന്നത് എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയ താരങ്ങൾ ഉദിച്ചു വരുന്നത്. അവർക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് എന്ന ആ കസേരയിലിരുന്ന VD സതീശൻ അവരുടെ പിതൃത്വം ഏറ്റെടുക്കുന്നു മറ്റൊരു തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. ഇവർ എൻ്റെ പിള്ളേർ എന്ന് സതീശൻ പറയുമ്പോൾ അതിൽ വലിയ ഒരു മെസ്സേജ് കേരളം കണ്ടു. തുടർന്ന് സതീശനും പിള്ളേരും കേരളത്തിൽ നിറയും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കവേ ആണ് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപിടി ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ഇവിടെ രാഹുൽ വീണാൽ കോൺഗ്രസിൻ്റെ യുവനിര നിലംപൊത്തി എന്ന ഒരു രാഷ്ട്രീയ സന്ദേശം പരക്കും. അവിടെയാണ് രാഷ്ട്രീയ താല്പര്യമുള്ള ചില മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്ത് രാഹുലിനെ വീഴിക്കുക എന്നൊരൊറ്റ ഉദ്യമത്തിലേക്ക് നീങ്ങിയത്. അവർ അതിനുവേണ്ടി സ്വീകരിച്ച മാർഗങ്ങൾ വളരെ വിചിത്രമാണ്. ഒന്ന്, സ്വന്തം പാർട്ടിയിൽ, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഒരുപിടി നേതാക്കളുടെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കേട്ടാണ് ഈ വാർത്തകൾ സെറ്റ് ചെയ്തത്. ബേസിക്കലി ഒരു പത്രം അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവ് വേണം. പ്രത്യേകിച്ച് പണ്ട് മുതലേ ഒരു രാഷ്ട്രീയ കക്ഷിയിൽ വളർന്നു വരുന്നൊരു നേതാവിനെതിരെ പഴയ വൃദ്ധ നിര ഒരുപിടി ആരോപണങ്ങൾ ഉയർത്തും. അതിൽ പലതും അടിസ്ഥാനരഹിതമാണ്, അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണ്, ഇവർ തങ്ങളുടെ ഇരിപ്പിടം തട്ടിത്തെറിപ്പിക്കുമെന്ന ഭയം കൊണ്ടാണ്. അങ്ങനെ ഒരുപിടി കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്കിടയിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവ നേതാക്കൾക്കെതിരെ അവർ ധാർമ്മികമായി അതമ്പതിച്ചവരാണ്, വലിയ തോതിൽ സ്ത്രീ ബന്ധങ്ങളുള്ളവരാണ്, വലിയ തോതിൽ അധാർമികമായി നടക്കുന്നവരാണ് എന്നൊക്കെ ഒരു പുതുതലമുറ നേതാക്കളെ പലപ്പോഴും ഈ പഴയ വൃദ്ധ നേതാക്കൾ പരിഹസിക്കാറുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെ ഉയർന്നു വന്ന പല ആരോപണങ്ങളും ശൂന്യതയിൽ നിന്നെടുത്ത് എറിഞ്ഞവയാണ്. എന്നാൽ രാഹുൽ പൂർണ്ണമായും ഒരു വീഴ്ചയിൽ നിന്ന് മുക്തനാണെന്ന് നമുക്കിവിടെ പറയുക വയ്യ. അപ്പോൾ ചെറു വീഴ്ചകൾ വലിയ ആഘാതങ്ങളായി രാഹുലിനെ ഇപ്പോൾ ബാധിച്ചതിന് പിന്നിലുള്ള കാരണമൊന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഏറ്റ വെട്ടാണ്. തുടക്കത്തിൽ തന്നെ VD സതീശൻ ഒരു പൊതു നിലപാട് സ്വീകരിച്ചു. തെറ്റ് ചെയ്തവർ പുറത്തു നിൽക്കട്ടെ എന്നുള്ള ഒരു പൊതു നിലപാട്. പക്ഷെ തെറ്റെന്താണ് എന്ന് സ്വന്തം അണികളെയോ അനുയായികളെയോ കേരളത്തിലെ സാധാരണ ജനങ്ങളെയോ ബോധ്യപ്പെടുത്താൻ ഒരു പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല. വളരെ തന്മയത്വത്തോടുകൂടി സതീശൻ്റെ തലയിലേക്ക് എല്ലാം വലിച്ചിടാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. രമേശ് ചെന്നിത്തല ഒരു നിലപാടെടുത്തതിന് പിന്നിലും ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ട്. കാരണം
മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടുന്ന രണ്ട് നേതാക്കളാണ്, ഒന്ന് സതീശനും ഒന്ന് ചെന്നിത്തലയും. അപ്പോൾ സതീശനെ വെട്ടിലാക്കാൻ കിട്ടുന്ന ഏത് അവസരവും രാഷ്ട്രീയ ചാണക്യനായ രമേശ് ചെന്നിത്തല ഉപയോഗപ്പെടുത്തും. സതീശൻ്റെ പിള്ളേരെന്ന് ഒരിക്കൽ അവകാശപ്പെട്ട രാഹുൽ പിന്നീട് KCയുടെ ഗ്രൂപ്പിൽ പോയെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വെട്ട് മറ്റൊരു തരത്തിൽ സതീശനിട്ട് ചെന്ന് കൊള്ളുമെന്ന് രമേശിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് രമേശ് തെറ്റ് ചെയ്ത രാഹുൽ പുറത്തു നിൽക്കട്ടെ എന്നൊരു പൊതു നിലപാട് സ്വീകരിച്ചു. പക്ഷേ രമേശ് ചെന്നിത്തലയെ മലർത്തിയടിച്ച് അതിനേക്കാൾ വലിയ ഹീറോ ചമയാൻ VD സതീശൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ഇതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചില തടസ്സങ്ങളുണ്ട് ഒരു കേഡർ രാഷ്ട്രീയ പാർട്ടിയിൽ. അതിന് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക തീരുമാനം വേണം. ഇവരെല്ലാം പറയുന്നത് ഹൈക്കമാൻഡ് പറയും. ഹൈക്കമാൻഡ് ആകെ 1-2 നേതാക്കൾ. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് ഇവർ പലപ്പോഴും ആയുധമെടുത്ത് ഇവിടെയുള്ള സാധാരണ കോൺഗ്രസ് നേതാക്കളെ വെട്ടിയിടുന്നതിന് പിന്നിൽ ഇവരുടെയൊക്കെ ബന്ധങ്ങളും സ്വാർത്ഥതയും മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോഴും പിടികിട്ടാത്ത ഏതോ ഒരു കമ്പി പോലെ ഡൽഹിയിലിരിക്കുന്ന ഒരു ഹൈക്കമാൻഡ് ഒരു പക്ഷേ ദീപദാസ് മുൻഷി എന്ന കേരളത്തിലെ ചാർജുള്ള ഒരൊറ്റ നേതാവാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെ ഒരു കൂട്ടമാകാം. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡ് ഔദ്യോഗികമായി ചേർന്ന് രാഹുൽ വിഷയം ചർച്ച ചെയ്തതൊന്നും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലില്ല. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പേരിൽ VD സതീശൻ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു. ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. പക്ഷേ ഇവരെന്തായിരുന്നു ചെയ്യേണ്ടത്? KPCC രാഹുൽ വിഷയം ചർച്ച ചെയ്യാൻ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും എല്ലാ നേതാക്കളുടെ പൊതു അഭിപ്രായം സ്വീകരിച്ച് നേതാക്കൾ പരസ്യ പ്രഖ്യാപനങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തരുത്, പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾക്കനുസരിച്ചായിരിക്കും രാഹുലിനെതിരെയുള്ള നടപടി എന്ന് വിശദീകരിക്കാനും ഉള്ള ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ അതൊക്കെ മറന്ന് പരസ്പരം ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി VD സതീശൻ പ്രസ്താവന ഇറക്കുന്നു, രമേശ് ചെന്നിത്തല പ്രസ്താവന ഇറക്കുന്നു. രാഹുലിന്റെ വിഷയത്തിൽ മാത്രമല്ല സർ, മറ്റു പല വിഷയങ്ങളിലും കോൺഗ്രസ് എടുക്കുന്ന ഈ പക്ഷേ നമുക്കിവിടെ വളരെ ശ്രദ്ധയോടെ ഈ വിഷയം അവലോകനം ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഊന്നി നിൽക്കുന്നതല്ല. ഈ രണ്ട് നേതാക്കൾ കട്ടയ്ക്ക് കളത്തിലിറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? KC വേണുഗോപാലിൻ്റെ ഭാഗമായി ഇപ്പോൾ നിൽക്കുന്ന രാഹുലിൻ്റെ ഒരു സംരക്ഷകനായി നിൽക്കുന്ന ഷാഫി കളത്തിലിറങ്ങി. ഇതോടെ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ ആശങ്കയായി. സതീശനിൽ നിന്ന് കാര്യങ്ങൾ കൈവിടുന്നു എന്ന് തോന്നൽ. സതീശൻ അവിടെ ഒരു വീഴ്ച, തൻ്റെ നേതൃത്വത്തിൻ്റെ വീഴ്ചയാണ് എന്ന് ജനങ്ങൾ കരുതുമെന്ന് കരുതി വീണ്ടും നിലപാട് ആവർത്തിക്കുന്നു. കേരളം ഇരമ്പി വന്നാലും തൻ്റെ നിലപാടിൽ മാറ്റമില്ല, തൻ്റെ ബോധ്യത്തിൽ മാറ്റമില്ല. ആ ബോധ്യമാണ് പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ നിയമസഭയിലെത്തി രാഹുൽ മാങ്കൂട്ടം ചോദ്യം ചെയ്യുന്നത് VD സതീശൻ്റെ ബോധ്യത്തെയാണ്. പുറത്തിറങ്ങി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാതെ പറയുന്നത് VD സതീശൻ്റെ ബോധ്യമാണ്. പക്ഷേ ഇവിടെ മറ്റെല്ലാ നേതാക്കളും തങ്ങളുടെ വീഴ്ച തിരിച്ചറിഞ്ഞു. പഴയ ഈ ഗ്രൂപ്പ് രാഹുലിന് പിന്നിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ്. നമ്മൾ കണ്ടു, MMSN കഴിഞ്ഞ ദിവസം പരസ്യ പിന്തുണ നൽകുന്നു. ഇന്നിപ്പോൾ PC വിഷ്ണുനാഥ് കട്ടയ്ക്കിറങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് തിരുവനന്തപുരത്തെ നേമം ഷാജർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിൻ്റെ വലിയ പിന്തുണ ഇപ്പോഴും രാഹുലിനുണ്ട് എന്ന് വ്യക്തമാണ്. ഇത് നമുക്ക് പ്രകടമായ ഒരു സീൻ. മറുവശത്ത് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ എന്തൊരു ഇരമ്പലാണ് കേൾക്കുന്നത്, കേരളത്തിൻ്റെ ഇരമ്പൽ. ഈ ഇരമ്പലിന് മുന്നിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അത്ര പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രമേശ് ചെന്നിത്തലയ്ക്കെന്നല്ല, VD സതീശന്. ഇത് മനസ്സിലാക്കിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നത്. എത്രയോ ദിവസമായി രാഹുൽ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത ആ ദിവസം മുതൽ രമേശ് പിന്നെ പ്രതികരിച്ചിട്ടില്ല. അത് രമേശിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയാണ്. പക്ഷേ പിന്നെയും തീ കോരി തലയിലിട്ട് സതീശനാണ് പെടാപ്പാട് പിടിക്കുന്നത്. സതീശൻ അതിൻ്റെ ഒരു ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാട് എന്തിനാണ് സതീശൻ സ്വീകരിക്കുന്നത്? സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ യൂണിറ്റിൻ്റെ ഒരു ഭാഗമല്ലല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം. അയാൾ സ്വതന്ത്രനല്ലേ? ഇടതുപക്ഷത്ത് നിന്ന് സ്വതന്ത്രനായ PV അൻവർക്ക് കൊടുത്ത അതേ സീറ്റല്ലേ നിയമസഭയിൽ കൊടുത്തിരിക്കുന്നത്? ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനും കൂടുതൽ ശക്തമായി ഇന്ന് പ്രതികരിക്കാൻ കഴിയും. ഇവിടെ രാഹുലിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് നിയമസഭാ സ്പീക്കർ മുൻകൈയെടുത്തല്ലേ? അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. കോൺഗ്രസ് പാർട്ടി പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമുക്ക് മുന്നിൽ. ഒന്ന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടുതൽ ഒറ്റപ്പെടുന്നു. നിയമസഭയ്ക്കുള്ളിൽ ഒരു പൊതു ശരീരഭാഷ കൊണ്ട് മറ്റു കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നു. ഈ രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയ്ക്ക് ഇപ്പോൾ ഇളക്കം വരില്ല. പക്ഷേ ഭാവി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇനി VD സതീശൻ എത്രമാത്രം സുഗമമായിരിക്കും തൻ്റെ യാത്ര എന്ന ചോദ്യം ശക്തമാകുന്നു.
ഒരുപക്ഷെ സാർ പറഞ്ഞതുപോലെ വാച്ചൻ ഈ പറഞ്ഞോണം വാർഡിൻ്റെ സുരക്ഷിത കവചത്തിലാണ് ഇന്ന് സ്പീക്കറുടെ സംരക്ഷണയിൽ തന്നെയാണ് ഇന്ന് നിയമസഭയിലേക്ക് പോയത്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. അതിനുശേഷം ഇറങ്ങി വന്ന എസ് എഫ് ഐ നേരിട്ടപ്പോൾ, അതായത് രാഹുലിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്നപ്പോൾ രാഹുൽ അവിടെ ഒറ്റയ്ക്കായിരുന്നു. നമുക്കറിയാം ഷാഫിയുടെയൊക്കെ കാര്യം വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കോൺഗ്രസ്സിലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷാഫിയെ കവചമായി നിന്നിരുന്നു. പക്ഷേ ഇന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ രാഹുലിനെ കണ്ടപ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആരാധകരുണ്ടായിരിക്കാൻ, രാഹുലിന് സപ്പോർട്ട് കൊടുത്തേക്കാം. പക്ഷേ ഇന്ന് ആ ഒരു ഒറ്റപ്പെടൽ, വല്ലാത്തൊരു ഒറ്റപ്പെടൽ രാഹുലിനെ അവിടെ കാണാൻ സാധിച്ചു. ഒരുപക്ഷെ ഒരു നേതാവ് PV അൻവറിനൊക്കെ എനിക്ക് തോന്നുന്നു ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിൻ്റെ കൂടെ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ഡ്രൈവറും ആ യൂത്ത് കോൺഗ്രസ് നേതാവും അല്ലാണ്ട് വേറൊരു ആൾക്കാരെ നമുക്കവിടെ കാണാൻ സാധിച്ചില്ല എന്നുള്ളത്. അല്ല, ഒറ്റപ്പെടൽ വ്യക്തമാണ്. രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ പാർട്ടി നേതാക്കൾക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഔദ്യോഗികമായി രാഹുലിനൊപ്പം ചേർന്ന് നിൽക്കുക വയ്യ. ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ പരിഭ്രമിച്ചത് സമരം ചെയ്ത SFI ആണ്. SFI അവിടെ സമരം തീർത്ത്, പ്രതിരോധം തീർത്ത് റോഡിൽ കുത്തിയിരിക്കുമ്പോൾ തൊട്ടരികിൽ വാഹനം നിർത്തി അതിൽ വളരെ കൂളായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. മറുവശത്ത് SFIയുടെ ഗതി എന്താണ്? രാഹുലിൻ്റെ വാഹനത്തിന് അടുത്തേക്ക് വരാൻ അവർക്ക് ഭയം. രാഹുലിനെതിരെ അവിടെ ഇരുന്ന് കുത്തിയിരുന്നൊരു മാർഗതടസ്സം ഉണ്ടാക്കുക എന്നതിലപ്പുറം രാഹുലിനെ മറ്റേതെങ്കിലും തരത്തിൽ ശാരീരികമായി ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ അവർക്ക് ഭയമാണ്. കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന രാഹുലാണ് ഇന്ന് ശക്തൻ. മറ്റൊരു തലം എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രതിഷേധമായി ഉയർന്നു വരുന്നതാണ്. ഇവിടെ ഒരു വ്യക്തിയോടാണ്. ഇവിടെയാണ് ജനങ്ങൾ ചില ചോദ്യങ്ങൾ അറിയുന്നത്. നിങ്ങൾ എന്തിന് രാഹുലിൻ്റെ വാഹനം തടയുന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ട് മുകേഷിൻ്റെ വാഹനം തടഞ്ഞുകൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് AK ശശീന്ദ്രൻ്റെ വാഹനം തടഞ്ഞുകൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് നിയമസഭയിലേക്ക് വരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ വാഹനം തടഞ്ഞുകൂടാ? ഇത് ആയിരം ചോദ്യങ്ങളായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കടൽ തിര പോലെ ആർത്തലയ്ക്കുകയാണ്, ഒരു കൊടുങ്കാറ്റ് പോലെ. ആ ഒരു ആർത്തിരമ്പലിന് മുന്നിൽ ഒരു SFIക്കും തങ്ങളുടെ സമരാവാസങ്ങൾ കൊണ്ട് ഇത്തരം രാഹുലുമാരെ അവർക്ക് ഒറ്റപ്പെടുത്താൻ കഴിയും. പക്ഷേ SFIയുടെ ആ ഒരു പ്രതിഷേധം, രാഹുൽ ഇപ്പോൾ അടൂറിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും, അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാർ 24 hours വാച്ചിങ് ആണ്. ഇപ്പം നമ്മൾ ഈ പറയുന്നതോണ രാഹുൽ ഇറങ്ങുന്നത് കണ്ണു നട്ടിരിക്കുന്ന അടുത്ത് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രാഹുൽ ഇറങ്ങുമെന്ന് വ്യക്തമായ അറിവുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒന്നും ഒരു പ്രതിഷേധം രാവിലെ നടത്തിയില്ല. ഇങ്ങ് അടൂരിൽ നിന്ന് ട്രിവാൻഡ്രം എത്തുന്നത് വരെയും ഒരു കരിങ്കൊടിയും കാട്ടിയില്ല. നിയമസഭയിൽ കൂളായിട്ട് പോകുന്നു. നാളെ ഒരു പക്ഷേ നിയമസഭയിൽ. അല്ല, ഇന്ന് പെട്ടെന്ന് SFI അവിടെ ഓടിക്കൂടിയതിന് പിന്നിൽ ഒരു വസ്തുത കൂടിയുണ്ട്. കാരണം നിയമസഭയിൽ ചെന്ന് കരുത്തോടെ പുറത്തിറങ്ങിയ രാഹുലിനെ അവർ കൂടുതൽ ഭയക്കാൻ തുടങ്ങി. ഇതൊരു മറ്റൊരു തരത്തിൽ പത്തി വിരിക്കുകയല്ലേ ഇത്? നിയമസഭയിൽ ചെന്ന് മുഖ്യമന്ത്രിക്കെതിരെ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാരാണെന്ന് പറയുമ്പോൾ വെല്ലുവിളി പിണറായി വിജയന് നടക്കാണ്. വേണമെങ്കിൽ വരുന്ന വഴിയിലെല്ലാം അവർക്ക് പ്രതിഷേധിക്കായിരുന്നല്ലോ. പക്ഷെ അതൊന്നും പ്രതിഷേധിക്കാതെ നിയമസഭയിൽ രാഹുൽ ഒരുപക്ഷെ വരാൻ കാത്തിരിക്കുകയാണെന്ന്. അങ്ങനെ ഒരു പ്രതിഷേധത്തിന് ജനങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ? രാഹുൽ ആരെയാണ് പീഡിപ്പിച്ചത്? രാഹുൽ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഇവിടെ ക്രൈംബ്രാഞ്ച് ഇട്ടിരിക്കുന്ന FIR? ഈ പെൺവേട്ടയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഒരു വാലിഡായിട്ടുള്ള തെളിവ് തരാനുള്ളത്? ഓരോ ദിവസവും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക എന്നല്ലാതെ രാഹുലിനെതിരെ എന്താണ് തെളിവ്? രാഹുൽ ചെയ്ത തെറ്റിലേക്ക് ഉള്ള ഒരു എത്തിനോട്ടവും വിചാരണയോ അല്ല ഇപ്പോൾ നടക്കുന്നത്. അതിന് പകരം വീണ രാഹുലിനെ എന്നേക്കുമായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം അവിടെയാണ് പാളിയത്. അവിടെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പാളിയത്, അവിടെയാണ് സർക്കാരിന് പാളിയത്, അവിടെയാണ് പിണറായിക്ക് പാളിയിരിക്കുന്നത്. ഒരുപക്ഷെ പാലക്കാട്ടേക്ക് പോകുന്ന രാഹുലിന് ജനം പിന്തുണ ഇല്ല എന്നുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, പാലക്കാട്ടേക്ക് എത്തുന്ന രാഹുലിനെ അവിടുത്തെ ജനങ്ങൾ പിന്തുണയ്ക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ. കാരണം അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മളിപ്പോൾ പല രീതിയിൽ കാണുന്നു. പാലക്കാട് കോൺഗ്രസ് രാഹുലിനെ പിന്തുണയ്ക്കും. കാരണം ഇല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനം കൂടുതൽ ഒറ്റപ്പെട്ടു പോകും. രാഹുലിൻ്റെ വീഴ്ച അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. പക്ഷേ രാഷ്ട്രീയപരമായി രാഹുലിനെ ആക്രമിക്കാൻ എത്ര ധാർമ്മികതയുണ്ട് പ്രതിപക്ഷത്തിന്, ഭരണപക്ഷത്തിലെ ചില നേതാക്കൾക്ക്? ഈ കേസ് അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ക്രൈംബ്രാഞ്ചിന് എത്രമാത്രം സത്യസന്ധതയുണ്ട്? ആ ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം പരസ്പര പോരിൽ, ഗ്രൂപ്പ് വഴക്കിൽ നിലംപൊത്തുന്ന ഒരു ഏറ്റവും ദയനീയ കാഴ്ചയല്ലേ? നിയമസഭയിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളിൽ നിന്നെല്ലാം അവർക്ക് ഓടി ഒളിക്കേണ്ട ഗതികേട്. ആഭ്യന്തര വകുപ്പ്, പോലീസ് മർദ്ദനത്തിൻ്റെ ഭീകര കഥകളല്ലേ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം? പൊളിഞ്ഞ് പണ്ടാരടങ്ങി. തൊട്ടപ്പുറത്ത് തൃശ്ശൂരിലെ കണ്ണൻ പഴയ ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നുവെന്ന് ഇപ്പോൾ കോടിപതിയാണെന്നും വിളിച്ചു പറഞ്ഞത് ഒരു DYFI നേതാവാണ്. ആ ഓഡിയോ ഇപ്പോഴും ജനങ്ങളുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അതിനെതിരെ ഒരു ചെറുവില്ലനക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ?
എൻ്റെ കയ്യിൽ ബോംബുണ്ട്, ചേനയുണ്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു വി ഡി സതീശനുണ്ട്. വി ഡി സതീശൻ പറഞ്ഞത് അന്ന് ഏതോ വലിയ ഒരു അഴിമതി കഥ കേരളത്തിന് മുൻപാകെ കൊണ്ടുവന്ന് ബോംബ് പോലെ പൊട്ടിക്കുന്നു. എവിടെ? നിയമസഭയിൽ ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ ഇത്രയേറെ രാഷ്ട്രീയ സാധ്യത പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന അവസരം, മറുവശത്ത് കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിച്ചൊരു വിധമാക്കിയിട്ടിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ. പിണറായിയെ ഇപ്പോഴെങ്കിലും പ്രതിക്കൂട്ടിലാക്കിയില്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിന് ഇനി എന്നാണ് സമയം കിട്ടുന്നത്? ഇനിയിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ഓടിപ്പോവുക, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പായി. ആകെയുള്ള 12 ദിവസം ഈ ഒരു നിയമസഭ ചേരുന്നു. ആ 12 ദിവസം ഇനി രാഹുലിനെ ചൊല്ലി മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കഥകളൊക്കെ മെനഞ്ഞ് അടിച്ച് ആടിപ്പാടി പോയി കഴിഞ്ഞാൽ ഇവിടെ ആരാ രക്ഷപ്പെടുന്നത്? ഭരണപക്ഷവും പിണറായി വിജയനും അല്ലേ. എന്തിനാണ് ഈ രാഹുൽ വിഷയം ഇത്രയേറെ കോൺഗ്രസിന് പ്രാധാന്യമുള്ളതാകുന്നത്? തുടക്കത്തിൽ തന്നെ ഈ വിഷയം ഒരു അപ്രധാന വിഷയമായി കോൺഗ്രസ് കണ്ടിരുന്നുവെങ്കിൽ ഇതെന്നേ അവസാനിച്ചനെ. അല്ലെങ്കിൽ രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ഇവിടെ എത്രയോ MLA-മാർക്കെതിരെ, എത്രയോ മന്ത്രിമാർക്കെതിരെ അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. അത് അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. പിണറായി സർക്കാർ പറഞ്ഞത് ശരിയാണ്. മാധ്യമങ്ങൾ ഒരു വിഷയം, ഒരു പെൺവിഷയവുമായി ബന്ധപ്പെട്ട് പോകാതെ സംസ്ഥാനത്ത് ചർച്ച ചെയ്യേണ്ടുന്ന നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ. അല്ല, ആ ചർച്ചയ്ക്ക് മാധ്യമങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മാധ്യമങ്ങളുടെ ചർച്ച ഏറ്റുപിടിച്ച് ഇവരെന്തിനാണ് ഇതെല്ലാം കൂടെ തലച്ചുമട്ട് കൊണ്ടുവന്നത്? കഴിഞ്ഞ കുറേ ദിവസമായി രാഹുലിൻ്റെ ഗർഭമായിരുന്നില്ല തലച്ചുമട്ടയിൽ, പിണറായി വിജയൻ്റെ തലയിൽ, ക്രൈംബ്രാഞ്ചിൻ്റെ തലയിൽ, വി ഡി സതീശൻ്റെ തലയിൽ. ഇതിനിടയിൽ ഏറ്റവും വിചിത്രമായൊരു കാഴ്ച നമ്മൾ കണ്ടില്ലേ ആ നടിയുടെ കാര്യത്തിൽ? സതീശനുമായിട്ട് ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ വീഡിയോകളിൽ അവതരിപ്പിച്ചു. അതിന് തൊട്ടു പിന്നാലെ സതീശനെ സംരക്ഷിക്കാനാണ് ആ നടി അവർക്കൊക്കെല്ലാമെതിരെ സൈബർ ആക്രമണ കേസുകളുമായി ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. നമുക്ക് ആ കേസിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയേണ്ടതില്ല. പക്ഷേ അതൊരു രാഷ്ട്രീയ മഠയത്തരമായി പോയി. അപ്പോൾ അതും കൂടി വന്നപ്പോൾ കൂടുതൽ വി ഡി സതീശന് നേർക്ക് ആക്രമണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, ഇത് കണ്ട് ഊറിച്ചിരിക്കുന്ന അടുത്ത തവണ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ, അങ്ങ് ഡൽഹിയിൽ നിന്ന് എപ്പോൾ വേണേലും പട്ടത്തിലൂടെ പറന്നിറങ്ങി ഭരണം കൈയാളാം എന്ന് കരുതുന്ന ഒരു KC വേണുഗോപാൽ, കേരളത്തിലെ നേതാക്കളുടെ ഈ വീഴ്ച കണ്ട് വേദനിക്കുന്ന പാവപ്പെട്ട കോൺഗ്രസ്സുകാർ, ബൂത്ത് തല പ്രോഗ്രാമുകൾ ഇപ്പോൾ ഇഫക്റ്റീവായി നടക്കുന്നില്ല കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. ഭവന സന്ദർശനം, ഗൃഹസന്ദർശനം, ഫണ്ട് പിരിവൊക്കെ പദ്ധതിയിട്ടിരുന്നു. അത് നേരത്തെ രാഹുൽ വിഷയം വന്നത് അടിമുടി പാളിയതാണ്. വീണ്ടും ഗൃഹസന്ദർശനത്തിന് പദ്ധതിയിട്ടിരുന്നു. പക്ഷെ അതും ഇപ്പോൾ താഴേക്കടയിൽ അണികളെ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർ ഒരുക്കമല്ല അത്രേ. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മൊറയിലിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. അത് നേതാക്കളുടെ ഒരു സുരക്ഷ ഇല്ലായ്മ, മറുവശത്ത് അവരുടെ ഒരു കരുതലില്ലായ്മ, അത് വല്ലാണ്ട് കോൺഗ്രസ് സംഘടനയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നു. മറുവശത്ത് വളരെ കേഡർ ആക്ടിവിറ്റീസുമായി CPM കുതിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക്. അവിടെ പൈസയുണ്ട്, ഒരു വശത്ത് പൈസയുണ്ട്, മറുവശത്ത് സർക്കാർ സ്കീമിൽ എത്രയെത്ര ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള സംവിധാനമുണ്ട്. യൂണിറ്റ് തലത്തിൽ DYFI ആംബുലൻസ്, ചികിത്സാ സഹായം, ഗൃഹസന്ദർശനത്തിൽ ആർക്കെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരിക്കിഴി, എന്തെല്ലാം പദ്ധതികളാണ്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയാം. ഇവിടെ സ്വന്തം നേതാവിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. നേതാവിനെ സംരക്ഷിക്കുക മാത്രമല്ല, കുറച്ചുകൂടി പ്രതിരോധത്തിലാക്കുകയും കൂടി ചെയ്യണം. സാർ പറഞ്ഞത് ശരിയാണ്. വരുന്ന തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നിരവധി കാര്യങ്ങൾ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ വിഷയം അവിടേക്ക് നിങ്ങൾ മാറ്റി നിർത്തൂ. എൻ്റെ സഹപ്രവർത്തകർ, അവർക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവരെ വെറുതെ ആക്രമിക്കാതിരിക്കൂ എന്നുള്ളൊരു സന്ദേശം കൂടി രാഹുൽ നേരത്തെ മെസ്സേജായും ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിലും കൊടുത്തു കഴിഞ്ഞു. തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് ചെയ്യട്ടെ, കർമ്മങ്ങൾ ചെയ്യട്ടെ, വിഷയം മാറ്റി നിർത്താം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.